സുജു, മാരാമൺ ഗുഡ് കൺവെൻഷന് മോർണിംഗ് പ്രിയ. തുടക്കമാകാൻ പോവുകയാണ്. ഇനി അതിൻ്റെ അലയൊലികളും ആഹ്ലാദവും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, നടപടികളും കാര്യപരിപാടികളും ഒക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? പ്രിയ, കുംഭമാസ ചൂടിൽ മാരാമൺ മണപ്പുറത്ത് മാരാമൺ കൺവെൻഷന്റെ ഓലപ്പന്തലുകൾ വിശ്വാസികൾക്ക് തണലൊരുക്കുന്ന കാഴ്ചയാകും ഇനിയുള്ള അടുത്ത 7 ദിവസങ്ങളിൽ നമുക്ക് മണപ്പുറത്ത് കാണുവാൻ സാധിക്കുന്ന വചനപ്രഘോഷങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ് അടുത്ത 7 ദിവസം മാരാമൺ മണപ്പുറത്ത് ഉണ്ടാകുക. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മർത്തോമ മെത്രോപ്പൊലിത്ത തിയോഡീഷ്യസ് മെത്രോപ്പൊലിത്തയാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത്തവണയും വിദേശത്തു നിന്ന് ഉൾപ്പെടെയുള്ള സുവിശേഷകർ ഈ യോഗത്തിൽ പ്രസംഗകരായിട്ടുണ്ടാവും. അതാണ് ഏറ്റവും പ്രത്യേകത. എല്ലാ വർഷവും രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഉൾപ്പെടെയുള്ള സുവിശേഷകരെത്തിയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാസംഗികനായി എത്തുന്ന പ്രൊഫസർ ജെറി പിള്ളെ. അദ്ദേഹം WCCയുടെ വേൾഡ് കൗൺസിൽ ഫോർ ക്രിസ്ത്യൻ ചർച്ചസിൻ്റെ, അതായത് അഖില ലോക സഭാ കൗൺസിലിൻ്റെ വക്താവ് കൂടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. അങ്ങനെ നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും വചനപ്രഘോഷണം നടത്തുകയും ചെയ്യും. മാരാമൺ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഒരു പരിസ്ഥിതി സൗഹാർദ്ദ കൺവെൻഷൻ കൂടിയാണ്. ഈ കുംഭമാസ ചൂടിൽ ഈ പമ്പാ മണപ്പുറത്തെത്തുന്ന വിശ്വാസികൾക്ക് തണലേകുന്നത് ഓലമേഞ്ഞ പന്തലാണ്. അത് പരിസ്ഥിതിയോട് ഏറ്റവും ഇണങ്ങിച്ചേരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കുട്ടിപ്പന്തൽ ഉൾപ്പെടെയുള്ളതെല്ലാം തന്നെ. അങ്ങനെ പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു കൺവെൻഷൻ കൂടിയാണ് തുടക്കമിടുന്നത്. 130 വർഷത്തെ പാരമ്പര്യമാണ്. 1895 മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നത്. 1888 ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രസംഗം കേൾക്കുകയും സുവിശേഷ സംഘം രൂപപ്പെടുകയും പിന്നീട് ഈ സുവിശേഷ സംഘമാണ് മാരാമൺ കൺവെൻഷനിലേക്ക് അതിനെ നടത്തിപ്പുകാരായി മാറുന്നു. അത് 1895 തുടക്കം കുറിക്കുന്നു. ഇന്നിപ്പോൾ 130-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പമ്പാ മണപ്പുറത്തേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേരുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയ്ക്കാണ് തുടക്കം കുറിക്കുന്നത്. മർത്തോമ സഭയുടെ മിഷണറി സംഘമായ സുവിശേഷ സംഘമാണ് ഇത് നടത്തുന്നെങ്കിൽ പോലും വിവിധ സഭാവിശ്വാസികൾ, ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നല്ലാത്ത ഇതര മതസ്ഥരുമൊക്കെ തന്നെ എത്തുകയും വചനപ്രഘോഷണത്തിൽ പങ്കാളികളാകുന്ന ഒരു കാഴ്ചയായിരിക്കാം ഇനിയുള്ള 7 ദിവസം കാണുവാൻ സാധിക്കുന്നത്. പ്രിയ. ശരി സുജു, അങ്ങനെ മാരാമൺ കൺവെൻഷന് തുടക്കമാവുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. വിശദാംശങ്ങളാണ് സുജു നൽകിയത്.